തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ബസ് ജീവനക്കാരന്റെ അതിക്രമം. സ്കൂൾ വിദ്യാർത്ഥിനിയെ ബസ്സിൽ വെച്ച് ചുംബിച്ചു. സഹോദരനും സുഹൃത്തുക്കളും പിടികൂടി പോലീസിലുമേൽപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം. റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത എന്ന ബസ്സിലെ കണ്ടക്ടർ പെരുമ്പിളിശ്ശേരി സ്വദേശി ചൂരനോയ്ക്കൽ വീട്ടിൽ സാജൻ എന്ന 37 വയസ്സുള്ളയാളാണ് വിദ്യാർത്ഥിനിയെ ചുംബിച്ചതായി പറയുന്നത്. ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നതായും ഇന്ന് രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന വഴി ഇയാൾ ബലമായി കുട്ടിയെ ചുംബിച്ചതായും പിന്നീട് സ്കൂളിലെത്തിയ കുട്ടി കരച്ചിലായതോടെ വീട്ടിൽ വിളിച്ച് പറയുകയുമായിരുന്നു. വൈകിട്ട് 5:30യോടെ കൊടുങ്ങല്ലൂരിൽ നിന്നും വരികയായിരുന്ന ബസ്സിൽ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും കയറുകയും ഡാണാവിൽ മറ്റ് യാത്രികരെ ഇറക്കിയതിനു ശേഷം ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എടുപ്പിക്കുകയും ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് ഇതേ പേരിലുള്ള ബസ്സിലെ യാത്രികനായ വയോധികനെ പുത്തന്തോട് വെച്ച് ബസ്സിൽ നിന്നും മർദ്ദിച്ച് ഇറക്കിവിട്ട് കൊലപ്പെടുത്തിയിരുന്നു. രാവിലെ സ്കൂളിൽ പോകുന്ന ടൈമിലാണ് ശാസ്ത്രത്തെ കണ്ടക്ടർ ഒന്ന് പൂ കൊടുക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട്. അപ്പോൾ പൂ വാങ്ങിയിട്ടില്ലെങ്കിൽ മടിയിലിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യണം. അതല്ല പിന്നെ ഇവൻ ഈ ബസ്സിൽ കയറി പങ്ങളതിന് പൈസയും വാങ്ങില്ല, അങ്ങനത്തെ ഒരു സ്കീം ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ പൂ കൊടുത്തു. ബസ്സിലാണെന്ന് വെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല തങ്ങൾ പറഞ്ഞു. അവള് ഒന്നും വെച്ചെന്നാണ് പറഞ്ഞത്. ഒന്നും വെച്ച് അവള് ഒന്നും പ്രതികരിക്കാണ്ട് സ്കൂളിൽ വന്നിട്ട് കരഞ്ഞ് വിളിക്കുക ചെയ്ത് അമ്മേനെ വിളിച്ചു, അമ്മ എന്നെ വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരായ എല്ലാവരും ഞാൻ വിളിച്ച് സ്കൂളിൻ്റെ അവിടെ നിൽക്കാൻ പറഞ്ഞു. സ്കൂളിൻ്റെ അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ പിള്ളേരുകൾ വന്ന് നിന്നു. അങ്ങനെ ഒരു 5:45 അവനെ പിടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. ഇതിപ്പോൾ വേറെ പെൺപിള്ളേർക്ക് ഇനി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതേപോലെ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ പെങ്ങന്മാരും നമുക്ക് ഒരേപോലെ